ഇപ്പൊ മോഹൻ ഭഗത്ത് മണിപ്പൂർ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പറയുന്നത്, ഒരു കൊല്ലം എടുത്തിട്ടും പരിഹരിച്ചില്ല എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയണം. മോഹൻ ഭഗവത്ത് മോഡിയെ പഴിക്കുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ പർവ്വത സംസ്ഥാനങ്ങളിലെ ഭൂമിക്കടിയിലെ വിപുലമായ രീതിയിലുള്ള ധാതു വിഭവങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോകാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ മോഡിക്ക് കഴിഞ്ഞില്ല, ബിരേൻ സിംഗിന് കഴിഞ്ഞില്ല, BJPക്ക് കഴിഞ്ഞില്ല. മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള RSSന്റെ തലപ്പത്തുള്ള ആളുകൾ കാത്തു സൂക്ഷിച്ച വലിയൊരു സ്വപ്നത്തിന്റെ തകർച്ചയാണ് നമ്മൾ കാണുന്നത്. 2025 ആകുമ്പോഴേക്കും മോഡി മൂന്നാമതും 400 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് RSSന്റെ സ്വപ്നമായിട്ടുള്ള RSSന്റെ ശതാബ്ദി വർഷത്തിൽ തന്നെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി തീർക്കണമെന്ന RSSന്റെ സ്വപ്നം പൊലിഞ്ഞു. പക്ഷെ BJPയിലൂടെ RSSലൂടെയും മാത്രം തങ്ങളുടെ അജണ്ട നടപ്പാക്കുക എന്നതല്ല RSSന്റെ ഒരു പ്രവർത്തന ശൈലി. കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയും സംഘത്തിന്റെ സാംസ്കാരിക ശക്തിയും ചേർന്നാൽ നമുക്ക് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാം, കോൺഗ്രസിലൂടെ തന്നെ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാം എന്ന് ചിന്തിച്ച ആളുകളാണ്. അപ്പോൾ RSSന്റെ അജണ്ട കോൺഗ്രസ് ഗവൺമെന്റിലൂടെയും നടപ്പാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് ഇവിടുത്തെ RSS. അത് എന്താണ്, അതിന് താല്പര്യങ്ങളേ ഉള്ളൂ, അതിന് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ന അജണ്ടയേ ഉള്ളൂ. ആ അജണ്ട ആരിലൂടെയും നടപ്പാക്കാം എന്നുള്ളതാണ് RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, അവർ ചിലപ്പോൾ മോഡിയെ തള്ളിപ്പറയും, BJPയെ തള്ളിപ്പറയും. അതിന്റെ അർത്ഥം അവർ BJPയെ കൈയൊഴിഞ്ഞു എന്നല്ല, BJP അവിടെ തന്നെ അവരുടെ റിസർവായിട്ട് വെക്കും. എന്നിട്ട് എന്താണ്, അധികാരത്തിലിരിക്കുന്ന ശക്തികൾ ഉപയോഗിക്കും. ഇത് RSSന്റെ സ്ഥിരം തന്ത്രമാണ്. മോഡിക്കെതിരായിട്ടുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ RSSന്റെ ഇമേജിനെ ബാധിക്കരുത്. അതാണ് മോഹൻ ഭഗവത്തിന്റെ പ്രശ്നം. മോഹൻ ഭഗവത്തിന്റെ RSSന്റെ കയ്യിലെ ഒരു ടൂള് മാത്രമാണ് നരേന്ദ്രമോദി. RSS ഇതുപോലെ എത്രയോ മോഡി വരെ ഇനി ഉയർത്തിക്കൊണ്ടുവരാം. അതാണ് നമ്മൾ കാണേണ്ടത്. RSSന് പരാജയമുണ്ടായിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണം അത്ര വസ്തുതാവലംബമായ ഒന്നല്ല. യഥാർത്ഥത്തിൽ RSSന്റെ അജണ്ടക്ക് വലിയ തിരിച്ചടിയാണ് 2024 തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 400 സീറ്റോടുകൂടി മോഡി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാമെന്നും RSSന്റെ സ്വപ്നമായ 2025 RSS രൂപീകരണത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാമെന്നുള്ളതുമായിരുന്നു RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ സംഘടനകളാകെ കണ്ടിരുന്നത്. അത് മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള RSSന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് സൂചിപ്പിച്ച കാര്യവുമാണ്. പക്ഷേ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ BJPക്ക് 400 സീറ്റ് കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് വന്നു. ഒന്നാമതായി 2014 2019 BJPക്കെതിരായി നിൽക്കുന്ന മതനിരപേക്ഷ വോട്ടുകൾ ശിഥിലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് 2014 33% വോട്ട് ഷെയറോടുകൂടിയാണ് BJP അധികാരത്തിലെത്തിയത്. അപ്പോൾ 67% മതനിരപേക്ഷ വോട്ടുകൾ എന്താണ് BJPക്കെതിരായിരുന്നു. 2019 ആകുമ്പോഴേക്കും പുൽവാമ ഉണർത്തിയ കടുത്ത സംഘടിത ദേശീയവാദപരമായ ഒരു വികാരത്തിൻ്റെ ഫലത്തിലാണ് BJPക്ക് 37% വോട്ട് കിട്ടിയത്. നോട്ട് നിരോധനവും GST ഒക്കെ വലിയ പ്രതിഷേധമുയർത്തി നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വന്നപ്പോഴാണ് വളരെ ആസൂത്രിതമായി പുൽവാമ സംഭവിച്ചത്. ആ പുൽവാമയും ബാലാക്കാട്ടിലേക്ക് വലിയ തിരിച്ചടി നൽകിയെന്നൊക്കെയുള്ള 56 ഇഞ്ച് ഇങ്ങനെയൊക്കെയുള്ള വലിയ ദേശീയ സംഘടിത വികാരം നരേന്ദ്രമോദി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. അതിന് ദേശീയ മാധ്യമങ്ങൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയായിരുന്നു. ആ പുൽവാമ ഉണ്ടാക്കിയ കടുത്ത ദേശീയവാദ വികാരത്തിൻ്റെ മുകളിലാണ് 2019 തെരഞ്ഞെടുപ്പിൽ 37% വോട്ട് വാങ്ങി ഭരണ തുടർച്ചയുണ്ടാക്കാൻ മോഡിക്ക് കഴിഞ്ഞത്. പക്ഷേ 2024 ആകുമ്പോഴേക്കും മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന വികാരം ഈ രാജ്യത്തെ പ്രതിപക്ഷ മതനിരപേക്ഷ പാർട്ടികളിലാകെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന മോഡിയുടെ 10 വർഷത്തെ ഭരണത്തിനെതിരായിട്ട് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചത്. NDA സപ്പോർട്ട് ചെയ്തിരുന്ന കക്ഷികൾ പോലും എന്താണ് വലിയ പുനർവിചിന്തനം നടത്തി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത്. അതിൻ്റെ പാറ്റ്ന സമ്മേളനത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോഴേക്കും 26 പാർട്ടികൾ, ബോംബെയിലേക്കുമ്പോഴേക്കും വളരെ കൃത്യമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മതനിരപേക്ഷ വോട്ടുകളെ പരമാവധി ഒന്നിപ്പിക്കാൻ
അതിന് കഴിയുന്ന രീതിയിൽ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വിഭാഗം മതനിരപേക്ഷ കക്ഷികളെയും അതാത് സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ ഒന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള തീരുമാനമുണ്ടായി. ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി BJPയെ വലിയ പ്രതിസന്ധിയിലെത്തിച്ചു. RSSൻ്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങില്ല എന്ന് വന്നു. എന്നു മാത്രമല്ല, കടുത്ത വർഗീയ വിദ്വേഷം പടർത്തുന്ന മോഡി ഭരണത്തിൻ്റെ കാലത്തെ ദുരനുഭവങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ അസംതൃപ്തി ഉണ്ടാക്കി. മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ അപൂർവമായി നാം കണ്ടിട്ടുള്ള പൈശാചികമായ നരവേട്ടകളാണ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ബലാത്സംഗങ്ങളാണ് മണിപ്പൂർ നടന്നത്. ഇതെല്ലാം തന്നെ എന്താണ്, വലിയ രീതിയിൽ മോഡി ഭരണത്തിനെതിരായിട്ടുള്ള ജനരോഷം ഉയർന്നു കഴിഞ്ഞിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയെ രക്ഷിക്കാൻ RSSന് കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. 2014 2019 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ RSS കേഡർമാരാണ് ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. ഇപ്പോൾ ബദ്രിനാരായണൻ്റെയൊക്കെ തന്നെ പഠനങ്ങളുണ്ട്. 2014 മോഡി എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്, അതിനുവേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളെയും പൊതുവേ മുഖ്യധാരാ മാധ്യമങ്ങളെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം ലോകം മുഴുവൻ നരാധമനെന്ന് വിളിച്ച ഒരാളെ വികാസ് പുരുഷനാക്കി, രാജ്യത്തിൻ്റെ രക്ഷകനാക്കി, ഒരു പുതിയ മിശിഹയുടെ അവതാരമാക്കി മാറ്റിയത്. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് മാധ്യമ പ്രചാരണത്തോടൊപ്പം RSSൻ്റെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ വഹിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നീല കുർത്തക്കാർ എന്ന് പറയുന്ന നീലവേഷധാരികളായിട്ടുള്ള RSSക്കാർ, വളണ്ടിയർമാർ അടിത്തട്ടിൽ പോയി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത്, അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഇമേജ് ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന പ്രചരണങ്ങൾ, ഗ്രാമാന്തരങ്ങളിൽ LED വാളുകളൊക്കെ വെച്ചിട്ട് മോഡിയുടെ ഇമേജ് വികാസ് പുരുഷൻ, മിസ്റ്റർ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ RSSനുണ്ടായിരുന്നു. പക്ഷേ 2024 ആകുമ്പോഴേക്കും കാര്യങ്ങളാകെ കൊഴിഞ്ഞു മറിഞ്ഞു. എന്താണ്, 10 വർഷത്തെ മോഡി ഭരണം ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും 70% വരുന്ന രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള കർഷക സമൂഹങ്ങളുടെ കടുത്ത അതൃപ്തിക്ക്, പ്രതിഷേധത്തിന് വിധേയമായി. കർഷക സമരം, അതിലുണ്ടാക്കിയ ഒത്തുതീർപ്പ്, അതുപ്രകാരം മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്, ഇതൊന്നും എന്താണ് യാഥാർത്ഥ്യമാക്കാത്ത, നടപ്പിലാക്കാത്ത മോഡി ഭരണത്തിനെതിരായിട്ട് UPയിലും ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ ശക്തമായ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൻ്റെ അനുരണനം കൂടിയാണ് BJP ഇതര കക്ഷികളെ ആകെ ഒന്നിപ്പിച്ചത്. ജനങ്ങൾ BJPക്കെതിരാണ്. അതുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഒരു പൊതു മുന്നണി ആ രീതിയിൽ ഇന്ത്യ ബ്ലോക്കിന് സഹായകരമായ, അനുകൂലമായ ഒരു ധ്രുവീകരണ സമൂഹത്തിൽ നടന്നു. ഈ ധ്രുവീകരണം വളരെ ശക്തമാണ് എന്നാണ് ഒന്നാം ഘട്ട പോളിംഗ് നടന്നപ്പോൾ മോഡിക്ക് മനസ്സിലായത്. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഔദ്യോഗിക ഇന്റലിജൻസ് സംവിധാനങ്ങളും കൃത്യമായി മോഡിയുടെ മുമ്പിൽ വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ 21 സംസ്ഥാനങ്ങളിൽ, വടക്ക് കിഴക്കൻ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ വിവരം എന്താണ്, പോളിംഗ് ശതമാനം വളരെയേറെ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മോഡിക്കനുകൂലമായ ഒരു തരംഗമില്ലെന്നും നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ, ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാജസ്ഥാനിലെ ബൻസാരയിൽ ഭൂരിപക്ഷ ധ്രുവീകരണമുണ്ടാക്കാൻ, ഭൂരിപക്ഷ ജനതയിൽ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിക്കെതിരായി, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് വൈകാരികമായ ഒരു ഇളക്കമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരും സന്തതികളെ പെറ്റുകൂട്ടുന്നവരും രാഷ്ട്രത്തിൻ്റെ സമ്പത്താകെ കവർന്നു കൊണ്ടുപോകുന്നവരും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ OBC SC ST സംവരണമടക്കം എടുത്തു കളഞ്ഞ് ന്യൂനപക്ഷ മുസ്ലിം സംവരണം ഉണ്ടാക്കും എന്നതുപോലുള്ള വളരെ അപകടകരമായ വിഭജന വിദ്വേഷ പ്രചരണം നരേന്ദ്രമോദി ആരംഭിച്ചത്. അത് പരാജയഭീതിയിൽ നിന്നുണ്ടായ വളരെ പരിഭ്രാന്തമായ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ RSSന് പോലും മോഡിയെ രക്ഷിക്കാനാവില്ല. RSS ക്യാമ്പയിൻ നടത്തിയാൽ പോലും ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരായ ജനങ്ങൾ മോഡിക്ക് അനുകൂലമാകില്ല എന്ന് വന്നു. വൻകിട മാധ്യമങ്ങളുടെ സഹായം, RSSൻ്റെ കേഡർ ശേഷി, ഇതെല്ലാം ഉപയോഗിച്ച് 2014 2019 അധികാരത്തിൽ വന്ന മോഡിക്ക് ജനരോക്ഷത്തിന് മുകളിൽ പതറിപ്പോകുന്ന അവസ്ഥയുണ്ടാകി. RSSനാണെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ പറ്റില്ല എന്ന് വന്നു. അവിടെ മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള RSSൻ്റെ തലപ്പത്തുള്ള ആളുകൾ കാത്തു സൂക്ഷിച്ച വലിയൊരു സ്വപ്നത്തിൻ്റെ തകർച്ചയാണ് നമ്മൾ കാണുന്നത്. 2025 ആകുമ്പോഴേക്കും മോഡി മൂന്നാമതും
400 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് RSSന്റെ സ്വപ്നമായിട്ടുള്ള RSSന്റെ ശതാബ്ദി വർഷത്തിൽ തന്നെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കണമെന്ന RSSന്റെ സ്വപ്നം പൊലിഞ്ഞു. ആ മോഹഭംഗത്തിൽ നിന്ന് കൂടിയാണ് മോഡിയുടെ ഈ പതനത്തിൽ, മോഡിയുടെ ഈ ഒറ്റപ്പെടലിൽ 400 സീറ്റ് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ട് കഷ്ടി ഭരിക്കാനുള്ള സീറ്റ് പോലും നേടാൻ കഴിയാതെ മറ്റ് ഘടകകക്ഷികളുടെ സഹായത്തോടും, അതും എന്താണ്, NDAയിൽ ഇല്ലാത്ത കക്ഷികൾ, NDAയിൽ ഇല്ലാത്ത TDP പോലുള്ള, അതേപോലെ തന്നെ JDU പോലുള്ള പാർട്ടികളുടെ സഹായത്തോടു കൂടി മാത്രം ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് മോഡി എത്തപ്പെട്ടു. ഈ ഒറ്റപ്പെടലിൻ്റെ, ഈ രീതിയിൽ മോഡിയുടെ ഒരു ഏകാധിപതി എന്ന നിലക്കുള്ള പതനത്തിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല. തങ്ങൾക്ക് ഈ തകർച്ചയിൽ, മോഡിയുടെ ഈ ജനങ്ങളെ വെറുക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് RSS മേധാവി ഒട്ടും വൈകാതെ നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തെയും നരേന്ദ്രമോദിയുടെ നിരുത്തരവാദപരമായ വിദ്വേഷ പ്രസ്താവനകളെയെല്ലാം സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു RSS പ്രചാരകൻ മാത്രമാണ്. അതിലപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു സാമൂഹ്യ പിൻബലവും ചരിത്രപരമായി ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ RSS പ്രചാരക്കായ ഒരാളെ പ്രധാനമന്ത്രിയാക്കിയെടുത്തത്, അയാളിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ നോക്കിയത് എല്ലാം RSS ആണ്. മോഡി ഭരണത്തിൻ്റെ സർവ്വകാര്യങ്ങളും തീരുമാനിച്ചത് RSS ആണ്. RSSന്റെ താല്പര്യപ്രകാരമാണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ മോഡിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്, മോഡിയെ ഒരു അതിമാനുഷനായി അവതരിപ്പിച്ചത്, മോഡിയെ വികാസ് പുരുഷനാക്കി മാറ്റിയത്. അപ്പോൾ RSS അജണ്ടയിലാണ് മോഡി ഈ രാജ്യം ഭരിച്ചത്. RSSന്റെ എത്രയോ കാലമായുള്ള അജണ്ടകൾ ഓരോന്നുമാണ് മോഡി നടപ്പാക്കിയത്. 320-ാം വകുപ്പ് എടുത്തു കളയുന്നത്, പൗരത്വ നിയമം മതാധിഷ്ഠിതമാക്കുന്നത്, മുസ്ലിങ്ങളുടെ മുത്തലാഖ് ഉൾപ്പെടെയുള്ള വിവാഹമോചന നിയമങ്ങളിൽ ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവരുന്നത്, അങ്ങനെ കടുത്ത ജനാധിപത്യ വിരുദ്ധമായ, മതനിരപേക്ഷ വിരുദ്ധമായ, അങ്ങേയറ്റം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിഷേധിക്കുന്ന തരത്തിലുള്ള വിവേചനപൂർണമായ ഭരണ നടപടികൾ ഓരോന്നായി പുറത്തെടുത്തത് RSSന്റെ അജണ്ടയിൽ നിന്നാണ്. അപ്പോൾ RSSന്റെ അജണ്ടയിൽ നിന്ന് നരേന്ദ്രമോദി നടത്തിയ ഭരണം ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. RSS എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്താണ്, ആഗോള മൂലധനത്തിൻ്റെ ഈ ഇന്ത്യൻ കുത്തകളുടെയും അരുമസന്തതിയായിട്ടാണ് RSS ഉണ്ടായത്. 1925 RSS രൂപീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഖിലാഫത്ത് നിസ്സഹകരണ മൂവ്മെൻറ്റിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള ബഹുജനശേഷിയെ ഹിന്ദു മുസ്ലിം മൈത്രിയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാനാണ് RSS ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊളിറ്റിക്കൽ ഇന്റലിജൻസ് വിഭാഗം അത് കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. 1925 RSS ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ, ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാനാണ്. എന്താ ഹെഡ്ഗേവാർ RSS രൂപീകരണത്തിന് കാരണമായി പറഞ്ഞത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമാണ് എന്ന് പറയുന്ന ആളുകൾ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമല്ല, ഹിന്ദു ഒരു രാഷ്ട്രമാണ് എന്നതാണ് RSSന്റെ നിലപാട്. പക്ഷേ മഹാത്മജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രം, ഹിന്ദു മുസ്ലിം മൈത്രി ഇല്ലാതെ സ്വരാജ്യ സാധ്യമാവില്ല, ഇതാണ് ഗാന്ധിയുടെ നിലപാട്. ഈ നിലപാടാണ് ഗാന്ധിയെ ശത്രുവാക്കിയത്. ഉന്മൂലനം ചെയ്ത് അവസാനിപ്പിക്കേണ്ട വ്യക്തിത്വമായി നമ്മുടെ മഹാത്മാവിനെ RSS ലക്ഷ്യം വെച്ചത് ഈ ഒരു നിലപാട് ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിലെ എല്ലാ ജനകീയ സാമൂഹ്യ ശക്തികളെയും ഒരുമിപ്പിക്കുന്ന തരത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS രൂപം കൊള്ളുന്നത്. ഹിന്ദു മഹാസഭയേക്കാൾ മിലിറ്റൻ്റായ ഒരു സേനാദളം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘം എന്ന നിലക്കാണ്, ഒരു വർഗീയ സംഘം, ഒരു ഫാസിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലക്കാണ് RSS രൂപം കൊള്ളുന്നത്. അതിൻ്റെ ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, അത് മുസോളിനിയുടെ സൈനിക സ്കൂളുകളിൽ നിന്നുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് രൂപം കൊണ്ട സംഘടനയാണ്. അതിൻ്റെ ചരിത്രം എല്ലായ്പ്പോഴും എന്താണ്, അത് പ്രത്യയശാസ്ത്രപരമായിട്ടും സംഘടനാപരമായിട്ടും മുസോളിനിയോടും നാസികളോടും കടപ്പെട്ടിരിക്കുന്നതാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ആരാധനാപുരുഷന്മാരായിരുന്നു RSSന്റെ സ്ഥാപകരും അതിൻ്റെ പിൽക്കാല നേതാക്കളുമായ എല്ലാ ഹിന്ദുത്വവാദികളും എന്ന കാര്യവും നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ RSS ഇന്ത്യയിൽ രൂപം കൊണ്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഈ രാജ്യത്തെ കോളനി ഭരണം തുടർന്നു കൊണ്ടുപോകാനാണ്, ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാനും അതുവഴി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ജനകീയ ഐക്യത്തെ തകർക്കാനുമുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സാമ്രാജ്യത്വവാദികൾ ഇന്ത്യയിൽ RSSനെ വളർത്തിയത്. സ്വാതന്ത്ര്യാനന്തരം നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രഗതിയിൽ എവിടെയും
ബ്രിട്ടീഷുകാർക്കെതിരായുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകളാണ് RSSകാർ. അവരുടെ ദേശീയത സാംസ്കാരിക ദേശീയതയാണ്. ആ RSS എന്ന് പറയുന്ന സംഘടന 1947 ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയാണ് അധികാരം കൈമാറുന്നത്. ആഗസ്റ്റ് മാസം ആദ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കാനും നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യ യൂണിയനിലും പാകിസ്ഥാനിലും ചേരാനുള്ള സ്വതന്ത്രാധികാരം കൊടുത്തുകൊണ്ടുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പഞ്ചാബിലെ പഖ്വാരയിൽ ഗോൾവാൾക്കർ പങ്കെടുത്ത RSSൻ്റെ ഒരു OTC ക്യാമ്പ് നടക്കുന്നത്. ആ OTC ക്യാമ്പിൽ ഒരു സ്വയം സേവകൻ ഗോൾവാൾക്കറോട് ചോദിക്കുന്നുണ്ട്, ഗുരുജി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണല്ലോ, ബ്രിട്ടീഷുകാർ കോൺഗ്രസ്സുകാരിലേക്കും ലീഗുകാരിലേക്കും അധികാരം കൈമാറാൻ പോവുകയാണല്ലോ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സംഘത്തിൻ്റെ റോൾ എന്താവും, സംഘത്തിൻ്റെ പണി എന്താവും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോൾവാൾക്കർ ചിരിച്ചുകൊണ്ട് പറയും, ആര് പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും? ചിരി അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അഥവാ ഇനി ബ്രിട്ടീഷുകാർ ഈ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും ഭരണമേൽപ്പിച്ചാൽ ഇന്ത്യക്കാർക്ക് ഭരിക്കാനറിയുമോ? അതെ, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ മേധാവികളുടെ അതേ മനോഭാവമായിരുന്നു. ഇന്ത്യക്കാർക്ക് ഭരിക്കാനറിയുമോ? അങ്ങനെ ഭരിക്കാനറിയാത്ത ഇന്ത്യക്കാർ അധികാരം കിട്ടിയാലും വീണ്ടും ബ്രിട്ടീഷുകാരിലേക്ക് തന്നെ ഇന്ത്യയുടെ ആധിപത്യം പോകും. അപ്പോൾ RSS അതിൻ്റെതായ പ്രവർത്തനം, അതിൻ്റെ പണി തുടരുമെന്നാണ് പഖ്വാര ക്യാമ്പിൽ മിസ്റ്റർ ഗോൾവാൾക്കർ പറഞ്ഞത്. ഇത് ദേശരാജ് ഗോയൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പുസ്തകത്തിൽ ഒരു അനുഭവ സാക്ഷ്യം എന്ന നിലക്ക് പഖ്വാര ക്യാമ്പിലോ ആ OTC ക്യാമ്പിൽ ഒരംഗമായി പോയ ആളാണ് ദേശരാജ് ഗോയൽ. അപ്പോൾ ദേശരാജ് ഗോയൽ തൻ്റെ പുസ്തകത്തിൽ RSSൻ്റെ ഒരു അനുഭവ സാക്ഷ്യം എന്ന നിലയ്ക്ക് എഴുതപ്പെട്ട പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്താണ്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യമായ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര രൂപീകരണത്തെ എതിർത്തവരാണ് അവർ. 554ഓളം വരുന്ന നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയനിൽ ചേരരുതെന്നും നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായി മാറട്ടെ, അതിന് കാശ്മീരിലെ ദോഗ്ര രാജാവിന് വരെ പരസ്യമായി പിന്തുണ കൊടുക്കുകയും ദോഗ്ര രാജാവിൻ്റെ പട്ടാളത്തോടൊപ്പം ഇന്ത്യൻ സൈന്യത്തിനെതിരായി പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും സൈന്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്ത ചരിത്രമാണ് RSSനുള്ളത്. RSS ഇന്ത്യ എന്ന ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ ചരിത്രഗതിയിൽ അതിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ സമരാനുഭവങ്ങളിൽ നിന്ന് മാറി നിന്നു എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ ഇന്ത്യ യൂണിയനിലേക്കുള്ള ലയനത്തെ എതിർക്കുകയും ആ ലയനത്തിനെതിരായിട്ട് ഈ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് നാട്ടുരാജ്യങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുകയും ചെയ്ത ചരിത്രമാണ് RSSനുള്ളത്. 48 എന്താണ്, ഗാന്ധിയാണ് കുഴപ്പക്കാരെന്ന് കണ്ടെത്തി. ഇന്ത്യൻ ജനതയാകെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ആത്മീയ ശക്തിയാണ് ഗാന്ധിസവും ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളും എന്നൊക്കെയുള്ള രീതിയിൽ ഗാന്ധിയെ വധിച്ചു അവർ. ആ ഗാന്ധിയെ വധിച്ച് നിരോധിക്കപ്പെട്ട സംഘടന എങ്ങനെയാണ് വീണ്ടും നിരോധനം നീക്കി പുറത്തു വന്നത്? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ പാർട്ടികൾ ജനസംഘവും BJP ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ BJPയിലൂടെയും RSSലൂടെയും മാത്രം തങ്ങളുടെ അജണ്ട നടപ്പാക്കുക എന്നതല്ല RSSൻ്റെ ഒരു പ്രവർത്തന ശൈലി. RSSൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം. അവർ എല്ലാ കാലത്തും ഗോൾവാൾക്കർ അത് പരസ്യമായി എഴുതിയിട്ടുള്ള ആളാണ്, പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയും സംഘത്തിൻ്റെ സാംസ്കാരിക ശക്തിയും ചേർന്നാൽ നമുക്ക് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാം, കോൺഗ്രസിലൂടെ തന്നെ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാം എന്ന് ചിന്തിച്ച ആളുകളാണ്. പക്ഷേ കോൺഗ്രസിലെ മതനിരപേക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള നേതാക്കന്മാർ, മതനിരപേക്ഷ നിലപാടുകളുള്ള നേതാക്കന്മാർ RSSന് വഴങ്ങിക്കൊടുത്തില്ല. പക്ഷേ അപ്പോഴും എന്താണ്, കോൺഗ്രസിന് എല്ലാ കാലത്തും എന്താണ്, RSSൻ്റെ ഹിന്ദു മഹാസഭയുടെ അജണ്ടയോട് അനുഭാവം കാണിച്ച, അതിനോട് ചേർന്ന് നിന്ന ഒരു നേതൃത്വം നേതാക്കൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, RSSന് ഇന്ന് BJP തന്നെ വേണമെന്നില്ല അവർ അജണ്ട നടപ്പാക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, 77 ജനതാ ഗവൺമെൻറ്റിൽ ജനതാ പാർട്ടിയിൽ ചേർന്ന ജനസംഘക്കാർ RSSകാർ മന്ത്രിമാരായി. പക്ഷേ ജനതാ പാർട്ടിക്കകത്തും ജനതാ ഗവൺമെൻറ്റിനെതിരായിട്ടും ഇരട്ട അംഗത്വ പ്രശ്നം, RSSന് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ വികാരം ഉയർന്നു വന്നപ്പോൾ ആ ഗവൺമെൻറ് പൊളിഞ്ഞുപോയി, താഴെപ്പോയി. അതിനുശേഷം രൂപം കൊണ്ടത് BJP. പക്ഷേ BJP രൂപം കൊണ്ടത് RSSൻ്റെ പിന്തുണയോടുകൂടിയാണെങ്കിലും RSS ആണ് BJP രൂപീകരണത്തിന് പിറകിലുള്ളതെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സന്ദർഭത്തിൽ RSS എന്ന് പറയുന്ന സംഘടന BJPയുടെ ഒപ്പം നിന്നിട്ടില്ല. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു, ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. കാശ്മീർ സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണ് RSS ആഹ്വാനം ചെയ്തത്. മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റിയിലേക്ക് 80കളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണ് RSS പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം
1984 നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായി BJP മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്, പരസ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ RS ആവശ്യപ്പെട്ടു, BJPക്ക് വോട്ട് ചെയ്യാനല്ല ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലക്കാണ് 1984 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയെ ലിബറൽ കമ്മീഷൻ പറഞ്ഞതുപോലെ എന്താണ്, സാമുദായിക ധ്രുവീകരണത്തിൻ്റെ തീരങ്ങളിലേക്ക് നയിച്ച പ്രശ്നമാണ് മസ്ജിദ് മന്ദിർ വിഷയം. ബാബരി മസ്ജിദ് വിവാദമാക്കുന്ന നടപടിക്രമങ്ങൾ RSSൻ്റെ വോട്ടോടുകൂടി ജയിച്ചു വന്ന രാജീവ് ഗാന്ധിയുടെ സഹായത്തോടു കൂടിയാണ് RSS ഈ രാജ്യത്ത് നടപ്പാക്കിയത്. രാമായണ സീരിയൽ ഇലക്ട്രോണിക് വിപ്ലവത്തിൻ്റെ ചിറകുകളിലൂടെ ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുമെന്നൊക്കെ പറഞ്ഞ രാജീവ് ഗാന്ധി ഈ ദൂരദർശൻ ചാനലുകളിലൂടെ ആദ്യം തന്നെ ജനങ്ങളെ കാണിച്ച സീരിയൽ എന്താണ്, പരമ്പര എന്താണ്, രാമായണമായിരുന്നു, പിന്നീട് മഹാഭാരതമായിരുന്നു. ഇതെല്ലാം തന്നെ എന്താണ്, ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ടുള്ള ഒരു റിവൈവൽ പൊളിറ്റിക്സ്, ഒരു റിവൈവൽ കൾച്ചർ, ഒരു പുനരുത്ഥാന സംസ്കാരം രൂപപ്പെടുത്തുകയായിരുന്നു. 86 ഫൈസാബാദിലെ ഒരു കോടതി വിധിയെ നിമിത്തമാക്കിക്കൊണ്ട് 48 തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട പള്ളി ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത്, 89 അവിടെ ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തത്, ഇതെല്ലാം കോൺഗ്രസ്സാണ്. അപ്പോൾ RSSൻ്റെ അജണ്ട കോൺഗ്രസ് ഗവൺമെൻറ്റിലൂടെ നടപ്പാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് ഇവിടുത്തെ RSS. അത് എന്താണ്, അതിന് താല്പര്യങ്ങളേ ഉള്ളൂ, അതിന് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ന അജണ്ടയേ ഉള്ളൂ. ആ അജണ്ട ആരിലൂടെയും നടപ്പാക്കാം എന്നുള്ളതാണ് RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, അവർ ചിലപ്പോൾ മോഡിയെ തള്ളിപ്പറയും, BJPയെ തള്ളിപ്പറയും. അതിൻ്റെ അർത്ഥം അവർ BJPയെ കൈയൊഴിഞ്ഞു എന്നല്ല. BJP അവിടെ തന്നെ അവരെ റിസർവായിട്ട് വെക്കും. എന്നിട്ട് എന്താണ്, അധികാരത്തിലിരിക്കുന്ന ശക്തികൾ ഉപയോഗിക്കും. ഇത് RSSൻ്റെ സ്ഥിരം തന്ത്രമാണ്. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ, എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയാൽ, RSS അജണ്ടയുമായി ബന്ധപ്പെട്ട് മോഡി ഉണ്ടാക്കിയ ഒരു വിഷയവും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്തില്ല. അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, പ്രാണപ്രതിഷ്ഠ നടത്തി. അതേ അയോധ്യയിൽ ജയിച്ചു വന്നാരാണ്, സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്, ദളിതനായ ഒരു സമാജ്വാദി പാർട്ടി നേതാവാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നത്. രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന BJP സന്യാസി നേതാവിൻ്റെ മകൻ ഫൈസാബാദിൽ മത്സരിച്ചവിടെ തോറ്റു. അയോധ്യയുടെ തൊട്ടുകിടക്കുന്ന 4 നിയോജക മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നത്, അവിടെ BJP സ്ഥാനാർത്ഥിയല്ല ജയിച്ചു വന്നത്. ഇന്ത്യയിൽ BJP ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട, അതിൻ്റെ ശിരാകേന്ദ്രങ്ങളിൽ തന്നെ ജനങ്ങൾ നിരസിച്ചു, ജനങ്ങൾ നിരാകരിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അപ്പോൾ RSSൻ്റെ അജണ്ടയോട് ജനങ്ങൾക്ക് താല്പര്യമില്ല. ആ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മോഡിക്ക് വീഴ്ചകൾ വന്നു. അപ്പോൾ മണിപ്പൂരിൻ്റെ പ്രശ്നമാണ് വളരെ വൈകാരികമായിട്ട് മോഹൻ ഭഗവത് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മണിപ്പൂരിൻ്റെ പ്രശ്നം എന്താണ്, RSS ആണ്. മെയ്ത്തി ലിബൂൺ പോലുള്ള, ആരംഭായ് തെങ്കൂൺ പോലുള്ള അവിടുത്തെ മെയ്ത്തി വംശജരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ, സ്വായുധ സംഘങ്ങൾ, ഇത് രൂപപ്പെടുത്തിയത് RSS ആണ്. അവർക്ക് പരിശീലനം നൽകിയിട്ടുള്ള RSS ആണ്. ഇപ്പോൾ മെയ്ത്തി ലിബൂൺ ബജ്രംഗ് ദൾ പോലെ പ്രവർത്തിക്കുന്ന ഒരു സേനാ സംഘടനയാണ്. ആ മെയ്ത്തി ലിബൂണിൻ്റെ മേധാവിയായിരിക്കുന്ന പ്രമോദ് സിംഗ് വയറിൽ കരൺ താപ്പറുമായി നടത്തിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഹിന്ദുക്കൾക്ക് ഇനി ലോകത്ത് അവശേഷിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. അവിടെ എന്താണ്, മ്ലേച്ഛരായ കുക്കികളും ക്രിസ്ത്യാനികളും ആധിപത്യം നേടുകയാണ്. അതിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ തടയും. ഹിന്ദുത്വത്തിൻ്റെ അവസാനത്തെ പുണ്യഭൂമി സംരക്ഷിക്കാനുള്ള യുദ്ധമാണ്, വംശീയ യുദ്ധമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നാണ് പറഞ്ഞത് RSSൻ്റെ. അതിനെ തള്ളിപ്പറയാൻ ആ ഘട്ടത്തിൽ പ്രമോദ് സിംഗിൻ്റെ ഈ പ്രസ്താവനക്കെതിരായിട്ട് മിസ്റ്റർ മോഹൻ ഭഗവത് രംഗത്ത് വന്നോ? ഇപ്പോൾ മോഹൻ ഭഗവത് മണിപ്പൂർ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പറയുന്നത്, ഒരു കൊല്ലം എടുത്തിട്ടും പരിഹരിച്ചില്ല എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയണം. അതെന്താണത്? മണിപ്പൂരിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? വൻകിട കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 371 വകുപ്പും 371 നൽകുന്ന പ്രത്യേക അവകാശങ്ങളുടെയും സ്വയംഭരണ അവകാശങ്ങളുടെയും പരിരക്ഷയുള്ള മണ്ണാണ് മണിപ്പൂരിലെ പർവ്വതം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 370ൻ്റെ പ്രത്യേക പരിരക്ഷയുണ്ട്. 371 അനുസരിച്ച് എന്താണ്, അവിടെ മറ്റാർക്കും, മണിപ്പൂരികളല്ലാത്ത മറ്റാർക്കും കടന്നു ചെന്ന് അവിടെ നിക്ഷേപം നടത്താൻ പറ്റില്ല, അവിടെ അഗ്രി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ ഖനനം നടത്താൻ പറ്റില്ല, അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. മണിപ്പൂരിലെ ഭൂമി മറ്റാർക്കും വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ സമീപകാലത്ത് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ മണിപ്പൂർ ഉൾക്കൊള്ളുന്ന വടക്കിഴക്കൻ പർവ്വത മേഖലയിൽ ഈ ബർമ്മ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് 1000-1500 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്ന പർവ്വത സംസ്ഥാനങ്ങളാണ് ഈ 7 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്.
അതിൽ 450ഓളം കിലോമീറ്റർ എന്ന് പറയുന്നത് മണിപ്പൂരും ബർമ്മയും തമ്മിലുള്ള അതിർത്തിയാണ്. ബർമ്മയിൽ ഈ സമീപകാലത്ത് നടന്ന ജിയോളജിക്കൽ സർവേകൾ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? ബർമ്മയുടെ ഈ മണിപ്പൂരുമായി തൊട്ടുകിടക്കുന്ന പർവ്വത മേഖലകളുടെ ഭൂമിക്കടിയിൽ വലിയ രീതിയിൽ ധാതു വിഭവങ്ങളുണ്ട്, മിനറൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ജിയോളജിക്കൽ സർവേ നടത്തിയിട്ടുള്ള പഠനങ്ങൾ മറ്റൊരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണിപ്പൂരിൻ്റെ പർവ്വത മേഖലകളുടെ ഭൂമിക്കടിയിൽ ഇഷ്ടം പോലെ മിനറൽസ് ഉണ്ട്, ധാതു ദ്രവ്യങ്ങളുണ്ട്. ഇത് ഖനനം ചെയ്തെടുക്കുക എന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കോ ലോകത്തുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിക്കോ സാധ്യമല്ല. കാരണം മണിപ്പൂരിൽ 371 വകുപ്പിൻ്റെ പരിരക്ഷയുണ്ട്. അവിടെ എളുപ്പം കടന്നു ചെല്ലാൻ പറ്റില്ല. കരൺ അദാനി എന്ന് പറയുന്നത് അദാനിയുടെ മൂത്തപുത്രൻ്റെ പേരാണ്. ഗൗതം അദാനിയുടെ പുത്രനാണ് കരൺ അദാനി. അദ്ദേഹം അദാനിയുടെ ഈ ഇരുമ്പുരുക്ക് മിനറൽ വിഭാഗം ആ മേഖലയിലെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ഈ കരൺ അദാനി ബർമ്മയിലെ പട്ടാള 2019 അവിടെ കലാപം നടത്തി അവിടുത്തെ ജനാധിപത്യ ഗവൺമെൻറ് അട്ടിമറിച്ചിട്ട് അവിടെ പട്ടാള ഭരണ ആ പട്ടാള സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായിട്ട് ചർച്ച നടത്തിയിട്ട് മ്യാൻമറിൽ ഖനനാനുമതി വാങ്ങിച്ചിരിക്കുക, അതിനുള്ള ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ ഇന്ത്യയുടെ ഈ മണിപ്പൂർ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങളിൽ കരൺ അദാനിക്ക്, മോഡിയുടെ ചങ്ങാതിയായിരിക്കുന്ന ഗൗതം അദാനിക്ക് അവിടെ ഖനനം നടത്താൻ പറ്റുന്നില്ല. അതിന് തടസ്സം 371 വകുപ്പാണ്. അപ്പം 371 വകുപ്പിൻ്റെ പ്രത്യേക പരിരക്ഷ എടുത്തു കളയണമെന്നുള്ളതാണ് മണിപ്പൂർ പ്രശ്നമാകിയിട്ട് മോഹൻ ഭഗവത് കാണുന്നത്. മോഹൻ ഭഗവത് മോഡിയെ പഴിക്കുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ പർവ്വത സംസ്ഥാനങ്ങളിലെ ഭൂമിക്കടിയിലെ വിപുലമായ രീതിയിലുള്ള ധാതുവിഭവങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോകാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ മോഡിക്ക് കഴിഞ്ഞില്ല, ബിരേൻ സിംഗിന് കഴിഞ്ഞില്ല, BJPക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കോർപ്പറേറ്റുകളുടെ രാഷ്ട്രസമ്പത്ത് പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ ഖനന നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, വനസംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതോട് ചേർന്ന് വേണം 370 വകുപ്പിൻ്റെയും 371 വകുപ്പിൻ്റെയും 371C പരിരക്ഷമുള്ള മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞതുപോലെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പർവ്വത സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന 371 371C എടുത്തു കളയണമെന്നുള്ളതാണ് BJP. ഞാൻ മനസ്സിലാക്കുന്നത് മിസ്റ്റർ മോഹൻ ഭഗവത്തിൻ്റെ പരാതി, പരിഭവം, മണിപ്പൂർ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ കലാപം അവസാനിപ്പിച്ചില്ല, അവിടുത്തെ സ്ത്രീകൾക്കും ഗോത്രവർഗ്ഗക്കാർക്കും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, മണിപ്പൂരിലെ ഈ ഗോത്ര പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി 371 വകുപ്പ് എടുത്തു കളഞ്ഞ് അവിടെ അദാനിമാർക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് RSSൻ്റെ അജണ്ടയും മോഡിയുടെ അജണ്ടയും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷേ RSSൻ്റെ അജണ്ട, കോർപ്പറേറ്റ് വർഗീയ അജണ്ട, അത് നടപ്പാക്കുന്നതിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ മോഡിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അത് ഒറ്റപ്പെട്ടു, ജനങ്ങളിൽ അവിശ്വാസമുണ്ടാക്കി, ജനങ്ങളിൽ വളരെ മോശപ്പെട്ട വികാരമുണ്ടാക്കി. ഈ അധിക്ഷേപമാണ്, ഈ പ്രതിഷേധമാണ്, ഈ വിമർശനമാണ് മോഹൻ ഭഗവത് മോഡി സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ മോഡിയുടെ BJPക്കെതിരായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മോഡിക്കെതിരായിട്ടുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ RSSൻ്റെ ഇമേജിനെ ബാധിക്കരുത്. അതാണ് മോഹൻ ഭഗവത്തിൻ്റെ പ്രശ്നം. RSSൻ്റെ അജണ്ടയനുസരിച്ച്, RSSൻ്റെ ആവശ്യമനുസരിച്ച് മോഡി ചെയ്ത കാര്യങ്ങളുടെ എല്ലാ പാപഭാരവും RSS ഏറ്റെടുക്കാൻ തയ്യാറില്ല. അത് മുഴുവൻ ആരേറ്റെടുത്തോണം? മോഡി ഏറ്റെടുത്തോണം എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത്. മോഹൻ ഭഗവത്തിൻ്റെ RSSൻ്റെ കയ്യിലെ ഒരു ടൂള് മാത്രമാണ് നരേന്ദ്രമോദി. RSS ഇതുപോലെ എത്രയോ മോഡി വരെ ഇനി ഉയർത്തിക്കൊണ്ടുവരാം. അതാണ് നമ്മൾ കാണേണ്ടത്. നരേന്ദ്രമോദി ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെയും ഹിന്ദുത്വ വർഗീയതയുടെയും സംയോജനമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സന്തതി മാത്രമാണ്. അത് വളരെ അപരാധപൂർണമായ നമ്മുടെ ജനാധിപത്യ സംസ്കൃതിക്ക് വലിയ ആഘാതമുണ്ടാക്കിയ ഒരു ജന്മമാണ് മോഡിയുടെ ജന്മം എന്ന് പറയുന്നത്. അത് കോർപ്പറേറ്റ് മൂലധനവും ഹിന്ദുത്വ വർഗീയതയും രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇമേജാണ്. അത് ഒരു വ്യാജ നിർമ്മിതിയായിരുന്നു എന്ന കാര്യം ഇന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മോഡി വികാസ് പുരുഷനൊന്നുമല്ല. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും ഒക്കെ സൃഷ്ടിച്ച ജനദ്രോഹ ഭരണത്തിൻ്റെ, ജനങ്ങളെ രക്ഷിക്കാനല്ല, ജനങ്ങളെ തകർത്ത് കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രസമ്പത്താകെ കവർന്നു കൊണ്ടുപോകാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒരു കുറ്റവാളിയായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മോഡിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഡിക്ക് സ്വന്തമായി ഭരിക്കാൻ ഇത്രയും വലിയ കോർപ്പറേറ്റ് പണം ഉപയോഗിച്ച്
ഇലക്ട്രൽ ബോണ്ടിലൂടെയൊക്കെ സമാഹരിച്ച പണം ഉപയോഗിച്ച് ക്യാമ്പയിൻ നടത്തിയിട്ടും വർഗീയ ധ്രുവീകരണ പ്രചരണം നടത്തിയിട്ടും മോഡിക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടത്ര സീറ്റ് പോലും സ്വന്തമായി നേടാൻ കഴിയാതെ പോയത് ജനങ്ങളിൽ നിന്ന് മോഡി ഒറ്റപ്പെടുത്തത് ഇതിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് ആർക്ക് ഈ RSSകാർക്ക് മോഹൻ ഭഗവത്തിന് തള്ളിപ്പറയേണ്ടി വന്നത്. ഈ RSSന് താല്പര്യങ്ങളേ ഉള്ളൂ. അവർക്ക് ആരോട് ഉത്തരവാദിത്വമോ ആരോടോ പ്രത്യേക കൂറൊന്നുമില്ല. അവരുടെ താല്പര്യങ്ങൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരെയാണോ വേണ്ടത് അവരെ അവർ ഉപയോഗിക്കും.